ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു അടിപൊളി വഴുതനങ്ങ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വയലറ്റ് കളറുള്ള വഴുതനങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നന്നായി കഴുകി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി എണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടുമ്പോൾ അതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാക്കൊത്തൊന്ന് വഴറ്റി ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളിതിലേക്ക് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തേങ്ങാക്കൊത്ത് നന്നായിട്ട് വഴണ്ടി വരണം. ഇനി ഇതിലേക്ക് നാം ചേർത്ത് കൊടുക്കുന്നത് നല്ല പച്ചമുളക്, സവാള ഇതൊക്കെയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള എണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് വഴണ്ടി ആ പച്ചമുളകൊക്കെ ഒന്ന് നന്നായി വെന്ത് വെളുത്തുള്ളി അതിലേക്ക് ഒരെണ്ണം പെട്ടിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. വെളുത്തുള്ളി നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി വഴറ്റി ഇതുപോലെ ഇളക്കി നന്നായിട്ട് വഴറ്റി കിട്ടണം. നമുക്ക് ആ പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് നന്നായിട്ട് ചേരണം. ഇതുപോലെ നന്നായി ഇളക്കി കൂട്ടി കൊടുക്കുന്നുണ്ട്. വഴുതനങ്ങയുടെ ചെറിയ ഒരു കറ പോകാൻ വേണ്ടിയിട്ട് അതിലൊരിച്ചിരി മഞ്ഞൾപ്പൊടി ചേർത്തിട്ടാണ് ഞാൻ ഇട്ട് വെച്ചിരിക്കുന്നത്. ചെറുതായി നുറുക്കിയ ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായി കഴുകിയെടുത്ത് കഴിയുമ്പോൾ ആ കറയൊക്കെ ഒന്ന് പോയി കിട്ടും. ഇപ്പോൾ ഇതാ സവാളയും പച്ചമുളകും നമ്മൾ കഷ്ണാക്കി ഇട്ടിരിക്കുന്ന തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കണം വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കണം. സവാള വല്ലാതെ ബ്രൗൺ കളറായി പോകണ്ട. ഇതുപോലെ ചെറുതായിട്ടൊന്ന് എണ്ണയിൽ വഴറ്റി കിട്ടിയാൽ മതി. കാരണം നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് ഫ്രൈ ആക്കാനുള്ളതാണല്ലോ. അപ്പോൾ സവാള പിന്നെ ഒന്നുകൂടി ഫ്രൈ ആയിക്കോളും. അപ്പോൾ ഒരുപാട് അങ്ങോട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എല്ലാം നമ്മൾ ചേർത്തിരിക്കണ എല്ലാതും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടി സ്പൈസി ആക്കാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചതച്ച മുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കണം വഴുതനങ്ങ നുറുക്കിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ കുറച്ച് നീളത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാ ചേരുവകളും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതുപോലെ നന്നായി ഇളക്കിയതിന് ശേഷം ഒരു 2 മിനിറ്റ് നമ്മളൊന്ന് അടച്ച് വയ്ക്കുന്നുണ്ട്. അത് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് വേവിച്ചാൽ മതി. അതിനുശേഷം ഇതായി തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ ഉണ്ടാവും. ഇനി നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. എണ്ണ ആവശ്യമുണ്ടെങ്കിൽ ഇച്ചിരി കൂടി എണ്ണ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.